ഹലോ എവരിവൺ, വെൽക്കം ടു ടൂസ് അക്കാഡമി. ടൂസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് 2024 നടക്കേണ്ട കേട്ടറ്റ് 2025 ജാനുവരി 3rd വീക്കോടുകൂടിയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്ന് കരുതി പഠനം മാറ്റിവെക്കുകയല്ല ചെയ്യേണ്ടത്. എത്രയും വേഗം തുടങ്ങാൻ സാധിക്കുമോ അത്രയും വേഗം തന്നെ തുടങ്ങുക. അപ്പോൾ നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 50 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും പുതിയ ടെക്സ്റ്റ് ബുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് അക്കാഡമി വന്നിരിക്കുന്നത്. കാറ്റഗറി 3 മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സും, അതുപോലെ തന്നെ 50 ഡേയ്സിനുള്ളിൽ നിങ്ങൾ ഏത് രീതിയിൽ പഠിക്കണം, ഏതൊക്കെ ഏരിയ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിലബസിലേക്ക് കിടക്കാം. സിലബസിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അരിത്മെറ്റിക് ആണ്. പല സബ് ടോപ്പിക്സ് ആയിട്ട് നമ്മുടെ സിലബസ് തിരിച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അരിത്മെറ്റിക് ആണ്. അതിൻ്റെ അകത്ത് വരുന്നത് സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. അതിൻ്റെ സബ് പാർട്ടായിട്ടാണ് ഇതെല്ലാം വരുന്നത്. റിയൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെസിമൽ റെപ്രസെൻറ്റേഷൻസ്, അതുപോലെ കുറച്ച് സീരീസ് സമ്മൊക്കെ തന്നിട്ട് അത് കണ്ടുപിടിക്കുക, ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് അവിടെ നിന്ന് വരുന്നത്. അരിത്മെറ്റിക് പ്രോഗ്രഷൻ, നമ്മുടെ AP, അതുപോലെ തന്നെ GP, പിന്നെ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് എടുത്ത് പറഞ്ഞത് APയും GPയും എല്ലാം ഈ സീക്വൻസസ് ആൻഡ് സീരീസിൽ ഉൾപ്പെടുന്നതാണ്. പക്ഷേ എന്നാലും നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് APക്കാണ്. GPയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും APയിലാണെങ്കിലും GPയിലാണെങ്കിലും അധികം ഇക്വേഷൻസ് ഒന്നും നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് ഇക്വേഷൻസേ ഉള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കണക്ഷൻ ലഭിക്കുകയും ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഒരു 7 days കൊണ്ട് നമുക്കത് തീർക്കാൻ സാധിക്കും എങ്ങനെയാണെങ്കിലും. പിന്നെ ഒരു മാക്സിമം ഒരു 5 questions എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കുറഞ്ഞ രീതിയിൽ നിന്ന് കിട്ടും ഈ ടോട്ടൽ ഏരിയയിൽ നിന്ന്. APയിൽ നിന്നൊരു 2 തൊട്ട് 3 ക്വസ്റ്റ്യൻ വരെ എങ്ങനെയാണെങ്കിലും കുറഞ്ഞത് ചോദിക്കും. ചിലപ്പോൾ 3 കൂടുതലും ചോദിച്ചിട്ടുള്ള വർഷങ്ങളുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ വർഷമൊക്കെ 2 3 ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സീക്വൻസസ് ആൻഡ് സീരീസ്. നമുക്ക് ഈ ഫ്രാക്ഷൻസിൻ്റെ ഒക്കെ അഡീഷൻ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ആ റിയൽ നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് കൂടുതലും വന്ന് കണ്ടിട്ടുള്ളത്. അപ്പം ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 ദിവസം തന്നെ ധാരാളമാണ്. എളുപ്പമുള്ളതാണ്. എന്നാൽ നമുക്ക് ഈ 5 മാർക്ക് ഉറപ്പായി നമുക്ക് കിട്ടുന്ന മാർക്കാണ്. നമ്മൾ അധികം ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ 7 days തന്നെ ധാരാളം. അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഓൾജിബ്രയാണ്. ഓൾജിബ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ലീനിയർ ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, പോളിനോമിയൽസ്, ബൈനോമിയൽ തിയറം. ഇതിൻ്റെ അകത്ത് കുറച്ച് ടഫ് എന്ന് പറയുന്ന ഏരിയ ബൈനോമിയൽ തിയറമാണ്. പക്ഷേ ഇത് ലെസ് ഇമ്പോർട്ടൻറ്റുമാണ്. അതായത് ഇതിൻ്റെ അകത്ത് നിന്ന് ഓൾജിബ്രയിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഈസിയാണ്. ലീനിയർ ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് വലിയൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. പക്ഷെ ആൻസർ വലിയ പ്രശ്നമില്ലാത്ത ആൻസർ ആയിരിക്കും. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കിട്ടുന്ന ആൻസേഴ്സും ആയിരിക്കും അതിൻ്റെ അകത്ത് ചോദിക്കുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമ്മൾ വിടാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും വലിയ ക്വസ്റ്റ്യൻ അല്ലേ എന്ന് വിചാരിച്ച് വിടാനുള്ള അതായിരിക്കും നമ്മുടെ മൈൻഡിൽ അന്നേരം തോന്നുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിക്കോട്ടെ, കുറേ ഫോർമുലാസ് ഒക്കെ ഉണ്ട്, ഓൾജിബ്രായിക് ഐഡൻറ്റിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഐഡൻറ്റിറ്റീസ് ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസാണ് നമുക്ക് എന്ത് വേണ്ടത്, ഈ ഏരിയയിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത്. a+b² a² + 1/a² കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ a³ + 1/a³ കണ്ടുപിടിക്കുക, ആ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. പോളിനോമിയൽസിൽ നിന്നായിക്കോട്ടെ റിമൈൻഡർ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഫാക്ടേഴ്സും റിമൈൻഡേഴ്സും വെച്ചിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസാണ് പോളിനോമിയൽസിൽ നിന്നും ചോദിക്കുന്നത്. പിന്നെ ബൈനോമിയൽ തിയറം എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ചോദിക്കാറുള്ളൂ. എന്ന് വെച്ച് അടുത്ത വർഷം ചോദിക്കില്ല എന്നല്ല പറഞ്ഞത്. നമുക്ക് ഇമ്പോർട്ടൻസ് കുറച്ച് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ് ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത്. എല്ലാ വർഷവും ചോദിക്കാറില്ല. പിന്നെ കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫ് ഏരിയ ആണല്ലോ. നമുക്ക് എല്ലാവർക്കും അങ്ങനെ മനസ്സിലായിക്കൊള്ളുന്നില്ല ഇതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും. പക്ഷെ എന്നിരുന്നാലും ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്,
ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ R+1 ടേം കണ്ടുപിടിച്ചിട്ട് ആറ് കണ്ടുപിടിച്ചിട്ട് R+1 ഏത് ടേമാണെന്ന് കണ്ടുപിടിക്കാൻ, ആ ടൈപ്പിലുള്ള 1, 2, 3 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോയാൽ മതി. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യം വരില്ല. ബൈനോമിയൽ തിയറത്തിനകത്ത് പഠിച്ചിട്ട് പോകേണ്ടി വരില്ല. അടുത്തതാണ് ട്രിഗ്നോമെട്രി. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഓൾജിബ്ര പഠിക്കാൻ വേണ്ടിയിട്ട് 7 days തന്നെ ധാരാളമാണ്. ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ടുള്ള കോണ്ടൻ്റ് ആണ്. കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ടഫ് എന്ന് പറയുന്നത് ബൈനോമിയൽ തിയറമാണ്. അതിന് ദിവസം എഫേർട്ട് കുറച്ച് എടുത്താൽ മതി. അടുത്തത് ട്രിഗ്നോമെട്രി ആണ്. അതിൻ്റെ അകത്ത് സിമിലർ ട്രയാങ്കിൾസ്, ട്രിഗ്നോമെട്രിക് മെഷേഴ്സ്, അതുപോലെ തന്നെ ട്രിഗ്നോമെട്രിയുടെ ആപ്ലിക്കേഷൻ അവിടെ തന്നെ വരുന്നുണ്ട്. പിന്നെ ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എല്ലാത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ട്രിഗ്നോമെട്രിക് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഐഡൻറ്റിറ്റീസൊക്കെ പഠിച്ചിട്ട് പോയിട്ട്, ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഒരുപാടുണ്ടല്ലോ, അതൊക്കെ പഠിച്ചിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ബാക്കിയുള്ള നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള സൈനിൻ്റെയും കോസിൻ്റെയും ബേസിക് ആയിട്ടുള്ള കുറച്ച് ചെറിയ ഇക്വേഷൻസ് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി. ആപ്ലിക്കേഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഏതെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിക്കുന്നതാണ്. പിന്നെ ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും എല്ലാ വർഷവും ഉണ്ടാവാറുള്ളതാണ്. ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ 2-3-4 ആംഗിൾസ് വന്നിട്ട് സൈഡ്സിൻ്റെ റേഷ്യോസ് ചോദിക്കുക, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെയാണ് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ ഈ ട്രയാങ്കിൾസിനെയും അതുപോലെ തന്നെ സർക്കിളിനെയും മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി ട്രിഗ്നോമെട്രി അധികം ഒരുപാട് സമയമൊന്നും എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. 5 days തന്നെ ധാരാളമാണ്. ഒരു 2 question 3 question ഒക്കെയാണ് വരുന്നത്. നമ്മൾ ട്രിഗ്നോമെട്രി എന്ന് പറയുമ്പോൾ റേഷ്യോസിനെ ബേസ് ചെയ്തിട്ട് 2-3 question കൂടുതലൊന്നും ഒട്ടും വരില്ല എങ്ങനെയാണെങ്കിലും. അടുത്തതാണ് ജോമെട്രി എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ജോമെട്രിയാണ്. ഒരു 15 question കുറഞ്ഞത് 10-15 question എങ്കിലും ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വരുന്നതാണ് സർക്കിൾസ് എന്ന് പറയുന്നത്. സർക്കിൾസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കിൾസിൻ്റെ ഓരോ പ്രോപ്പർട്ടിയും നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് ഓരോ പ്രോപ്പർട്ടി നമ്മൾ അറിയുന്നത് ഓരോരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് സർക്കിളിന്. അതിങ്ങനെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും. ഓരോ പ്രോബ്ലംസ് ചെയ്ത് അതിങ്ങനെ അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അത്യാവശ്യം നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ പഠിച്ചിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എന്നാൽ നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ കളയുന്നത് ഈ സർക്കിൾസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം പ്രൂഫ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതായത് കുട്ടികൾക്ക് പ്രൂവ് ദാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷനായിട്ട് തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സമയം നമ്മുടെ അധികം ഒന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, അത് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ്. പിന്നെ ക്വസ്റ്റ്യൻ കാണുന്നു, ഒരു പ്രാവശ്യം വായിക്കുന്നു, കിട്ടിയില്ല എങ്കിൽ അപ്പോൾ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുക. ഇതിൽ ഊന്നി പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള മാർക്ക് പോകും. അതൊന്ന് മനസ്സിൽ വെച്ചേക്കാം. അടുത്തതാണ് സോളിഡ്സ് എന്ന് പറയുന്നത്. സോളിഡ്സിൽ നിന്ന് എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ ഉള്ളതാണ്. എല്ലാ ഇക്വേഷൻസും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണെങ്കിലും കിട്ടും. ഒരുപാട് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യനാണ്. കാൽക്കുലേഷൻസ് ഉണ്ട് കേട്ടോ, പക്ഷേ എന്നാൽ കുറച്ച് വലിയ പ്രശ്നമില്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. കോർഡിനേറ്റ് ജോമെട്രി ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ഇക്വേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട് എങ്കിലും ഇതിൽ നിന്നൊരു 2-3 ക്വസ്റ്റ്യനെങ്കിലും കുറഞ്ഞത് നമുക്ക് ചോദിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ 3 ക്വസ്റ്റ്യൻ കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചിലപ്പം എലിമിനേഷൻ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലായെങ്കിലും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അടുത്തതാണ് കോണിക് സെക്ഷൻ. പ്ലസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബൈനോമിയൽ തിയറം പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കുറച്ച് പഠിക്കേണ്ട ഏരിയയാണ് കോണിക് സെക്ഷൻ. എല്ലാ വർഷവും ചോദിക്കാറില്ല. ഈ കോണിക് സെക്ഷനിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഈ സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ, അതായത് സർക്കിളിൻ്റെ ഇക്വേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. എലിപ്സ്, പരാബോള, ഹൈപ്പർബോള അതൊന്നും അധികം അങ്ങനെ ചോദിച്ചിട്ടില്ലെന്നല്ല, എന്നാലും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങൾ എല്ലാ വർഷവും ചോദിക്കാറില്ല ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ്. അടുത്തത് ഗ്രാഫ്സ് ഓഫ് എലമെൻ്ററി ഫംഗ്ഷൻ. ഇതും അതുപോലെ തന്നെയാണ്. ഗ്രാഫ്സിൽ നിന്നും 1-2 കൊല്ലം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എല്ലാ വർഷവും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇത് ഇമ്പോർട്ടൻസ് കുറച്ച് പഠിച്ചാൽ മതി, പഠിക്കരുത് എന്നല്ല, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിയിട്ട് പോവുക. ഒരുപാട് സമയം ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഇത്രയും കാര്യങ്ങളിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി, കൂടുതൽ സമയം. അപ്പോൾ ഒരു 15 days എങ്കിലും ഇതെന്ത് ചെയ്യണം, നമുക്ക് കുറഞ്ഞത് വേണം ഇത് പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. കോർഡിനേറ്റ് ജോമെട്രിയും സോളിഡ്സും കൃത്യമായിട്ട് തന്നെ പഠിക്കുക. സർക്കിൾസ് ഇങ്ങനെ ഓരോരോ പ്രോബ്ലംസ് ചെയ്ത്
ചെയ്ത് പഠിക്കുക ഓരോരോ പ്രോപ്പർട്ടീസ്. അതുപോലെ തന്നെ സെക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ സെക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ സെക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആംഗിൾ കണ്ടുപിടിക്കുക, അത് സോളിഡ്സും തമ്മിലുള്ള മിക്സ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, അതായത് കോണുമായിട്ട് റിലേഷൻ ഉണ്ടല്ലോ നമ്മുടെ സെക്ടറിന്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം വൃത്തിയായിട്ട് പഠിക്കുക. കോർഡിനേറ്റ് ജോമെട്രി ആയിക്കോട്ടെ, സ്ലോപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പെർപെൻഡിക്കുലർ ലൈൻസ്, പാരലൈൻസ്, ഇവയുടെ സ്ലോപ്പുകൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൂടുതലുള്ളതാണ്. അപ്പോൾ അതുപോലെ ലൈൻസിൻ്റെ ഇക്വേഷൻസ് തന്നിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. എല്ലാ വർഷവും സ്ലോപ്പിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. അപ്പോൾ കോർഡിനേറ്റ് ജോമെട്രി ഒരിക്കലും മിസ് ചെയ്ത് പഠിക്കണം. സോളിഡ്സും അതുപോലെ തന്നെ സർക്കിൾസ് കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത പ്രോപ്പർട്ടീസ് ഒക്കെ അറിഞ്ഞ് തന്നെ പഠിക്കണം. കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയ ആയിരിക്കും സർക്കിൾസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്തത് വരുന്നതാണ് സ്റ്റാറ്റി, പ്രോബബിലിറ്റി, പെഡഗോഗി. മൂന്നിനും കൂടെ 6 ദിവസം തന്നെ ധാരാളമാണ്. സ്റ്റാറ്റിയിൽ നിന്നും പ്രോബബിലിറ്റിയിൽ നിന്നും ഒരു 3 ക്വസ്റ്റ്യൻ മാക്സിമം അത്രേ ചോദിക്കുള്ളൂ, 2 ഏരിയയിൽ നിന്നും കൂടിയിട്ട്. കഴിഞ്ഞ വർഷം സ്റ്റാറ്റിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, പ്രോബബിലിറ്റിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും വ്യത്യാസമുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ 2ൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ വീതം ചോദിക്കും, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനെ ചോദിക്കാറുള്ളൂ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് സ്റ്റാറ്റി, പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പഠിക്കാനും ഇല്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റാറ്റിയിലായിക്കോട്ടെ മീനുണ്ട്, മീഡിയനുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, മോഡുണ്ട്, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, ആ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയേഷൻ, ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ട് എന്നുള്ള വരുന്ന എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എഴുതാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. ഒരുപാട് ടഫ് ഉള്ളതൊന്നും സ്റ്റാർട്ട് ചെയ്ത് ചോദിക്കില്ല. കാരണം 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനല്ലേ അവർ ചോദിക്കുകയുള്ളൂ. അതായത് ഫ്രീക്വൻസി ഡേറ്റ ഒക്കെ തന്നിട്ട് നമ്മുടെ അടുത്ത് ഒരുപാട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അടുത്ത പ്രോബബിലിറ്റി എന്നാണെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മതി. അതായത് ഇപ്പോൾ നമുക്ക് 2 ബാഗ് തന്നിട്ടുണ്ട്, 2 ബാഗിൻ്റെ അകത്തുനിന്ന് ഒരു ബ്ലൂ ബാഗ് എടുത്തു, അല്ലെങ്കിൽ ഒരു ബ്ലൂ ബോൾ എടുത്തു, റെഡ് ബോൾ എടുത്തു, അതിൻ്റെ പ്രോബബിലിറ്റി എത്ര, ഓരോന്നെടുത്തു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ചിലപ്പോൾ ഈ പ്രോബബിലിറ്റി എന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ വിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കരുത്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രോബബിലിറ്റി വിട്ട് കളയരുത്. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് ചെയ്ത് നോക്കുക. അടുത്തത് പെഡഗോഗിയാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. പെഡഗോഗിയിൽ നിന്ന് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ഏരിയാസ് എന്ന് പറയുന്നത് പ്രൊജക്ട് മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതിന് മെത്തേഡ്സ്, അതിൻ്റെ ഫൗണ്ടേഴ്സ്, അതൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. പിന്നെ മാത്തമാറ്റീഷ്യൻസിനെ കുറിച്ചിട്ട് പഠിച്ചിട്ട് പോവുക, അവരുടെ കോഡ്സ്, കോൺട്രിബ്യൂഷൻസ്, പിന്നെ ഏതെങ്കിലും നമ്പേഴ്സ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് അവരുമായിട്ടുള്ളതുണ്ടെങ്കിൽ അതായത് നമ്മുടെ രാമാനുജൻ നമ്പർ പോലത്തെ ആ ടൈപ്പ് സാധനങ്ങളൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. പിന്നെ പെഡഗോഗിയിൽ വന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അതായത് സർക്കിൾസിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പെഡഗോഗിയിൽ വരും. അതിപ്പോൾ ടീച്ചേഴ്സ്, ഇപ്പം നമുക്കൊരു കാര്യം, ഒരു ടീച്ചർ ഇപ്പം ഒരു ട്രയാങ്കിൾ സർക്കിളിൻ്റെ അകത്ത് നമ്മൾ സർക്കിൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഏത് കൺസെപ്റ്റാണ് കുട്ടികളെ ആദ്യം പഠിപ്പിക്കേണ്ടത്, ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ വരുന്ന ഓപ്ഷൻസ് എല്ലാം എന്ന് പറയുന്നത് എന്തായിരിക്കും, സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ കോണ്ടൻറ്റ് കൃത്യമായിട്ട് നമുക്ക് അറിയണം. ആ സർക്കിൾ എന്ന് പറയുന്നതിൻ്റെ അകത്ത്, അതായത് നമ്മൾ പഠിക്കുന്ന ഏത് കോണ്ടന്റ് ആണോ ആ കോണ്ടന്റ് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പെഡഗോഗിയിൽ നിന്ന് വരുന്ന ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പെഡഗോഗി എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല വരിക, ബാക്കിയുള്ള ഏരിയാസിൽ നിന്നും കൂടി കയറി വരുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത് റോമൻ ന്യൂമറൽസ് ചോദിച്ചിട്ടുണ്ട്. 2-3 കൊല്ലം അങ്ങനെ അടുപ്പിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് റോമൻ ന്യൂമറൽസ്. പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട്, സെറ്റ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, റിലേഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊന്നും നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇതെല്ലാം ഈ പെഡഗോഗിയുടെ പാർട്ടായിട്ട് നമുക്ക് എക്സാമിന് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് നമുക്ക് ഔട്ട് ഓഫ് സിലബസ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്, +1 ടോപ്പിക്കിലുള്ളതാണ് ഈ പറയുന്ന കോംപ്ലക്സും റിലേഷൻസും ഒക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഫോർമുലാസൊക്കെ നമ്മൾ അങ്ങനെ പഠിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പഠിച്ചിട്ട് പോവുക. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. കാരണം ഈ പെഡഗോഗി എന്ന് പറയുന്നതിന് നമുക്കധികം സമയം കളയാതെ കിട്ടേണ്ട ഒരു ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ സമയം നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് വൃത്തിയായിട്ട് പഠിക്കണം. അപ്പോൾ പെഡഗോഗിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബ്ലൂംസ് ടാക്സോണമി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ചില്ല, പക്ഷേ അതിന് മുമ്പത്തെ വർഷം വരെ എല്ലാ വർഷവും ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. ടീച്ചിങ് ലേണിംഗ് എയ്ഡ്സിനെ കുറിച്ചിട്ടുള്ള ചോദിക്കും, മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളുള്ളതാണ്, സോഫ്റ്റ്വെയർസിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളുള്ളതാണ്. ഇതെല്ലാം ഒന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ട് തന്നെ പോകണം. കൂടെ ഇതുപോലെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ കോണ്ടന്റ് പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എക്സ്ട്രാ ആയിട്ട് എല്ലാ വർഷവും 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ആ എക്സ്ട്രാ വരാൻ സാധ്യതയുള്ള ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകുക.
പിന്നെ അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് റിവിഷനിലേക്ക് കടക്കണം. അപ്പോൾ ആ റിവിഷൻ്റെ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഒന്നും അറിയില്ലാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. പിന്നെ വേണ്ടത് റിവിഷനാണ്. 10 ദിവസമെങ്കിലും പറഞ്ഞ് നമ്മൾ റിവൈസ് ചെയ്തുള്ള. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം അതൊന്നും വരെ എത്ര പ്രാവശ്യം വായിക്കാൻ പറ്റും അത്രയും പ്രാവശ്യം വായിക്കുക. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിതാണ് എന്ന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ചെയ്ത് തന്നെ പഠിക്കുക. മാത്സ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് സ്പീഡും കിട്ടില്ല, നമുക്ക് ഓർമ്മയും കിട്ടില്ല. പിന്നെ അടുത്തത് നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നല്ലോ. 2024 9th സ്റ്റാൻഡേർഡിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് മാറിയിട്ടുണ്ട് അല്ലേ. 9th സ്റ്റാൻഡേർഡ് മാത്രമല്ല എല്ലാ ഓൾഡ് ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത് 9th സ്റ്റാൻഡേർഡിൻ്റെ ടെക്സ്റ്റ് ബുക്കിനാണല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ചെറിയ മാറ്റങ്ങൾ 2 ചാപ്റ്റേഴ്സ് കൂടുതലുണ്ട്. ഇവിടെ 13 ചാപ്റ്ററേ ഉണ്ട്. അതായത് പഴയ ടെക്സ്റ്റ് ബുക്കാണ്. ഇവിടെ 13 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഇവിടെ എന്ന് പറയുന്നത് 15 ചാപ്റ്റേഴ്സ് ഉണ്ട്. 2 ചാപ്റ്റേഴ്സിലാണ് അവിടെ വ്യത്യാസം കൂടുതൽ കൊടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലേ. ഇവിടെ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഇത് ഇവിടെ സർക്കിൾ മെഷേഴ്സ് എന്നും അതുപോലെ തന്നെ പാർട്സ് ഓഫ് സർക്കിൾസ് എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഈ 2 സിലബസിലും വന്നിട്ടില്ല. ചെറിയ കുറച്ച് പ്രോബ്ലംസ്, എക്സ്ട്രാ പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ള മാറ്റങ്ങൾ മാത്രമേ ഇവിടെ സർക്കിൾ മെഷേഴ്സും ഉണ്ട്, സർക്കിൾസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരുന്നത് ഈ പാർട്സ് ഓഫ് സർക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി അധികം ക്വസ്റ്റ്യൻസ്, എല്ലാ ചാപ്റ്ററുകളിലെയും ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ 2 ടെക്സ്റ്റ് ബുക്കിലെയും ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. പിന്നെ പോളിനോമിയൽസ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് അറിയാത്ത മറ്റൊരു രീതിയിൽ പോളിനോമിയൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു ചാപ്റ്ററായിട്ട് വേറൊരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതും പുതിയൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉടനെ തന്നെ നമ്മുടെ കേട്ടിട്ട് എക്സാമിന് പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധ്യത കുറവാണ്. എന്നിരുന്നാലും നമ്മളിതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതൊന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഓവറോൾ ഒന്ന് ഐഡിയ മനസ്സിലുള്ളത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലെ ആണെങ്കിലും പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ആണെങ്കിലും ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻസിലെ ഡിഫറൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് നമ്മൾ മാത്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാക്സിമം ക്വസ്റ്റ്യൻ കിട്ടുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ റിസോഴ്സസിൽ നിന്ന് ഏതൊക്കെ ടെക്സ്റ്റുകളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ലഭിക്കുമോ അത് അത്രയും ടെക്സ്റ്റുകളിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടോൾസ് അക്കാഡമി കേട്ടിട്ട് ജാനുവരി 2005 വേണ്ടിയിട്ട് 2025 വേണ്ടിയിട്ടുള്ള ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കാറ്റഗറിക്കും വേണ്ടിയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിനും വേണ്ടിയിട്ടും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2019 തൊട്ടുള്ള 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ടോപ്പിക് വൈസ് ക്ലാസ്സും നോട്ട്സും എക്സാംസും, അതായത് ഒരു വീക്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതേ വീക്കിൽ തന്നെ എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓരോ പേഴ്സണൽ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പേഴ്സണൽ ടീച്ചേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ മാത്സ് പഠിപ്പിക്കുന്നത് ആരാണോ, ഇപ്പം ഞാനാണ് മാത്സ് പഠിപ്പിക്കുന്നത് എങ്കിൽ ഞാൻ തന്നെയായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ഡയറക്റ്റായിട്ട് ചോദിക്കാം. അതെന്ന് പറയുന്നത് ഒരു നല്ലൊരു കാര്യമാണ്. സ്വന്തം ഡൗട്ട് അതേ ടീച്ചറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല കാര്യമായിരിക്കുമല്ലോ അല്ലേ. അടുത്തത് റിവിഷനുണ്ട്, മോഡൽ എക്സാംസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ എക്സാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ച കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. നമുക്ക് എത്രത്തോളം അറിയാൻ പറ്റും എന്നുള്ള കാര്യം എങ്കിലേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ കേട്ടിട്ട് CTET, സെറ്റ്, നെറ്റ്, HSA, HSST, LPSC, UPSC തുടങ്ങിയ എല്ലാ കോച്ചിങ്ങുകളും ടൂൾസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സമയം വൈകി എങ്കിലും നമുക്ക് മാക്സിമം കുറച്ചുകൂടി അധികം സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി തന്നെ പഠിക്കുക. എത്രത്തോളം കേട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കാരണം HSA എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ ലക്ഷ്യം, HSAയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് HSAക്ക് മുമ്പ് കാറ്റഗറി 3 നമുക്ക് ഉറപ്പായി എഴുതിയെടുക്കണം. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനും കൂടി ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതേ കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്തും ചോദിക്കുന്നുണ്ട്.
HSIയുടെ സിലബസിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായി തന്നെ പഠിക്കുക. HSIയുടെ കോച്ചിങ്ങും ടോസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും താല്പര്യമുള്ളവരാണ് എങ്കിൽ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നന്നായി തന്നെ പഠിക്കുക, വർക്കൗട്ട് ചെയ്യുക. മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പീഡും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.